കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നതിൽ പ്രതിഷേധിച്ച് നിയമസഭ പ്രമേയം പാസാക്കി. ധനമന്ത്രി കെ.എൻ. ബാലഗോപാലാണ് പ്രമേയം അവതരിപ്പിച്ചത്. കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനങ്ങളുടെ താൽപര്യം സംരക്ഷിച്ചിട്ടില്ലെന്നും ഫെഡറൽ സംവിധാനത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കുന്ന നിലപാടാണ് കേന്ദ്രത്തിനെന്നും പ്രമേയത്തിലുണ്ട്. കേരളത്തിന്റെ താൽപര്യം മുൻനിർത്തിയാണ് പ്രമേയം പാസാക്കിയതെന്നും ആ പ്രമേയം ഐകകണ്ഠേന അംഗീകരിക്കേണ്ടി വരും എന്നതുകൊണ്ടാണ് പ്രതിപക്ഷം നാടകം കളിച്ച് സഭ വിട്ടതെന്നും ധനമന്ത്രി വിമർശിച്ചു. സർക്കാർ അംഗീകരിച്ച് ബഹുരാഷ്ട്രപതിയുടെ അനുമതിയോടെ പാർലമെന്റ് ഇരുസഭകളെയും അറിയിച്ച ശുപാർശകളെ കാറ്റിൽ പറത്തുന്ന സമീപനമാണ് കേന്ദ്ര ധനമന്ത്രാലയം വായ്പാ കാര്യത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ലഭിക്കേണ്ട ഗ്രാന്റുകൾ തടഞ്ഞു വെക്കുന്ന അവസ്ഥയും ഉണ്ടാകും. സാർ, ഇതെല്ലാം തന്നെ ഫെഡറൽ സംവിധാനത്തിൻ്റെ കടയ്ക്കൽ കത്തിവെക്കുന്ന നടപടികളാണെന്ന കാര്യത്തിൽ ഈ സഭയ്ക്ക് ഒരു സംശയവുമില്ല. യൂണിയൻ ലിസ്റ്റിലെ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിന് പരമാധികാരമുള്ളതുപോലെ സംസ്ഥാന വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിനും പരമാധികാരമുണ്ട്. ഭരണഘടന ഇക്കാര്യങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട്. അതിനാൽ സംസ്ഥാനങ്ങളെ കേന്ദ്രത്തിൻ്റെ കീഴ്ഘടകങ്ങളായി കാണുന്ന ജനാധിപത്യ വിരുദ്ധ സമീപനം ഉപേക്ഷിക്കണമെന്നും കേരളത്തിൻ്റെ വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുകയും ഗ്രാന്റുകൾ തടഞ്ഞു വെക്കുകയും ചെയ്ത സമീപനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്നും ഈ സഭ ഐകകണ്ഠേന ആവശ്യപ്പെടുന്നു. അലക്സ മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. ഐകകണ്ഠേന ആവശ്യപ്പെടുന്നു എന്നൊക്കെ ബാലഗോപാൽ പറയുന്നുണ്ടല്ലോ. അലക്സ മുഹമ്മദ്, പ്രതിപക്ഷമില്ലാത്ത ഈ പ്രമേയത്തിന്റെ ഉള്ളടക്കം എന്താണ്? വേണു, കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നാരോപിച്ചാണ് കേരളം കേന്ദ്രത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയത്. ഈ പ്രമേയത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്: സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരങ്ങൾക്ക് മേൽ കേന്ദ്രം കടന്നു കയറുകയാണ്. കേരളത്തിന്റെ വായ്പാ പരിധി വെട്ടിക്കുറച്ചു. ധനകാര്യ കമ്മീഷൻ ശുപാർശ കാറ്റിൽ പറത്തി. ഗ്രാന്റുകൾ, കേരളത്തിന് ലഭിക്കേണ്ട ഗ്രാന്റുകൾ തടഞ്ഞു വെച്ചു. കേന്ദ്ര നടപടി ഫെഡറലിസത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നതാണ്. ഒപ്പം സംസ്ഥാനങ്ങൾ കീഴ്ഘടകങ്ങളല്ല എന്നൊരു വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ ജനാധിപത്യ വിരുദ്ധ സമീപനം ഉപേക്ഷിക്കണം. വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കൽ, ഗ്രാന്റ് തടഞ്ഞു വെക്കൽ നടപടികളിൽ നിന്ന് കേന്ദ്രം പിന്തിരിയണം എന്നുള്ളതാണ് ഈ പ്രമേയത്തിന്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം. ഇതിൽ വേണു ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം പ്രസക്തമാണ്. ഇത് ഐകകണ്ഠേനയാണോ ഈ പ്രമേയം പാസാക്കിയതെന്നുള്ളത്. നേരത്തെ തന്നെ ഈ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രതിപക്ഷത്തിന്റെ അഭാവത്തിലാണ് ഈ പ്രമേയം അവതരിപ്പിച്ചതും ഈ പ്രമേയം പാസാക്കിയതും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷത്തെ രൂക്ഷമായ ഭാഷയിലാണ് ധനമന്ത്രി വിമർശിച്ചത്. അദ്ദേഹം പറയുന്നത്, ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് പ്രതിപക്ഷം നാടകം കാണിച്ച് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. പ്രമേയം ഐകകണ്ഠേന അംഗീകരിക്കേണ്ടി വരും എന്നതുകൊണ്ടാണ് അവർ ആ സമീപനം സ്വീകരിച്ചത്. ഡൽഹിയിൽ ഇരിക്കുന്നവർക്ക് വിഷമം തോന്നുമെന്ന് കരുതിയാണ് അവർ ഇറങ്ങിപ്പോയത്. അതായത് കേന്ദ്ര സർക്കാരുമായി BJP-യുമായി പ്രതിപക്ഷം അടുത്തു നിൽക്കുന്നു എന്ന വിമർശനമാണ് അദ്ദേഹം ഉയർത്തിയത്. പ്രതിപക്ഷ നിലപാട് കേരളത്തെ വഞ്ചിക്കുന്നതാണ് എന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ പ്രമേയം ഐകകണ്ഠേന പാസാക്കിയതായി സ്പീക്കർ സഭയെ അറിയിച്ചു. വേണം അലക്സ മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.